സാജിദ്, തങ്കപ്പൻ പറയുന്നത് പാർട്ടിയുടെ വ്യക്തിത്വമാണ് വലുത്, അതല്ലാതെ BJP അകറ്റുക എന്നുള്ളതല്ല എന്നാണോ? നൗഫൽ, ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഈ LDF-ഉം UDF-ഉം അതോടൊപ്പം തന്നെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കൂടി ഒരു മുന്നണിയായി മാറി അങ്ങനെ ഭരിക്കുകയാണെങ്കിൽ അത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചടിയാകുമോ എന്നൊരു ഭയമാണ് UDF-നും LDF-നും ഉള്ളത്. കാരണം ഈ പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരം ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ ആയുധമാക്കുകയും LDF-ഉം UDF-ഉം ഒന്നാണെന്നും അതുകൊണ്ട് തങ്ങളെ സഹായിക്കുകയാണ് ജനങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഈ പാലക്കാട്, മലമ്പുഴ തുടങ്ങിയ UDF-ന്റെ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന BJP-യുടെ മണ്ഡലങ്ങളിൽ അത്തരം ഒരു പ്രചരണം നടത്തും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ഈ സവർണ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്ത് റഷീദ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ, ഒരു മുസ്ലിം നാമധാരിയായ ആളെ ചെയർമാനെ ആക്കി കഴിഞ്ഞാൽ ഈ BJP ഇതര വോട്ടുകളും അത്തരം ഈ സവർണ വോട്ടുകളെയും ബാധിക്കുമോ എന്നൊരു ഭയം UDF-ന് ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സൂക്ഷ്മമായി പഠിച്ച ശേഷം മാത്രമായിരിക്കും ഇതിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജില്ലാ പഞ്ചായത്ത് പറയുന്നത് BJP ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത് റഷീദ് തങ്ങളെ പിന്തുണയ്ക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് തങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. റഷീദുമായി നമ്മൾ സംസാരിച്ചിരുന്നു, റഷീദിന്റെ ബൈറ്റ് ഉൾപ്പെടെ എടുത്തിരുന്നു. റഷീദ് പറയുന്നത് മതേതരത്വ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കും, ഒരു കാരണവശാലും BJP-ക്കൊപ്പം സഹകരിക്കില്ല എന്നുള്ളതാണ്. റഷീദ് UDF-കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് വിമതന. CPM-ഉം ഈ കാര്യം, അതായത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം എന്നതിലേക്കാണ് പോകുന്നത്. ഒരു മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി അത് സംസ്ഥാന തലത്തിൽ ആകെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത് ഗുണകരമാവില്ല എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ CPM-നും കോൺഗ്രസിനും ഒന്നിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ പരിമിതിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.